ഭാഗമായിട്ട് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഉടനെ ചെയ്യും. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച നമുക്ക് കീബോർഡും അതുപോലെ തന്നെ പാഡും ഒക്കെ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രീതിയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ താലന്തിനെ ദൈവം വർദ്ധിപ്പിക്കട്ടെ. പുറത്തുനിന്ന് ആരെയും കയറ്റാത്തെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെ ശുശ്രൂഷയൊക്കെ ചെയ്യുവാനായിട്ട് പ്രാപ്തനാകുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഗുരുത്വ ഉയരത്ത് പാടത്തില്ല എന്ന് പറയുന്നത് പോലെ ദൈവം നിങ്ങൾ ഓരോരുത്തരും പണിതുകൊണ്ടിരിക്കുന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു നിമിഷം നമുക്ക് സഭയായി നമുക്ക് ഡാനിൻ്റെ ദൈവം ഒരുക്കി കൊടുത്ത ഈ ഒരു ഇൻസ്ട്രുമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ആരാധനകൾക്ക് നമ്മുടെ സഭയ്ക്ക് അതൊരു അനുഗ്രഹമായി തീരട്ടെ. കൂടുതലായി കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത് കിന്നരത്തോടും തപ്പിനോടും വീണയോടും ഒക്കെ ദൈവത്തെ ആരാധിക്കുവാനാണ്. 109 സങ്കീർത്തനം എന്തൊക്കെ രീതിയിലാണ് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ആരാധിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അത്തരത്തിൽ തന്നെ ഇനിയും അധികം ഗിറ്റാറിസ്റ്റുമാർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. കഴിഞ്ഞ ആഴ്ച റെജി പാസ്റ്റർ വന്നപ്പോൾ ചോദിച്ചത് നമ്മുടെ ഇവിടെ ഗിറ്റാർ വായിക്കുന്ന പിള്ളേരൊന്നും ഇല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതുപോലെ നമ്മുടെ ചർച്ചിനകത്തുനിന്ന് ഗിറ്റാറും ഡ്രമ്മും പിന്നെ ബേസും ഒക്കെ വായിക്കുന്ന പിള്ളേരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. നിങ്ങളുടെ താലന്തുകളെ വർദ്ധിപ്പിക്കണം. അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ ഇപ്പോൾ ഒരു സഭയെന്ന് പറഞ്ഞാൽ ദൈവം ഒരു ലെവലിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമ്മുടെ മെയിൻ ചർച്ചിനകത്തൊക്കെ നമുക്ക് അവസരങ്ങൾ ഒരുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ചിലപ്പോൾ ഒരു ഫ്രൈഡേ സർവീസ് ആയിരിക്കാം, ചാപ്പൽ സർവീസിനകത്തായിരിക്കാം, കിഡ്സ് ചർച്ചിനകത്തായിരിക്കാം, ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തായിരിക്കും, ക്യാമ്പിനകത്തായിരിക്കാം. ദൈവം നൽകുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടാൻ നമ്മൾ റെഡിയായി നിൽക്കണം. എപ്പോഴാണ് ദൈവം നമ്മളെ വിളിച്ചു വരുന്നിരിക്കുന്നത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിൽസ് ദൈവം ഡെവലപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഒരു നിമിഷം നമുക്ക് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവിനല്ല കർത്താവേ ഈ ഒബ്സാപ്പറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ അത് വായിക്കുന്ന ഡാനിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ പ്രിയ കുഞ്ഞുങ്ങളുടെ ഉള്ളിനകത്ത് ദൈവം നൽകിയ പ്രേരണയും ആത്മഭാരത്തിനാണ് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സഭയ്ക്ക് ആവശ്യമായ ഇൻസ്ട്രുമെന്റ് ദൈവസന്നിധിയിൽ കർത്താവെ കുടുംബം സമർപ്പിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സകലതും കണ്ട് പ്രതിഫലം നൽകുന്ന ദൈവം കർത്താവെ ആ കുടുംബത്തെ അങ്ങ് മാനിക്കുന്നതിനാണ് നന്ദിയോടെ സ്തുതിക്കുന്നു. പിതാവെ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു ഇൻസ്ട്രുമെന്റ് കർത്താവെ ഈ സഭയ്ക്കകത്തുള്ള ആരാധനയ്ക്ക് ഒരു ഉണർവിന് കാരണമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദാവീദ് കിന്നരം അയച്ചപ്പോൾ ശൗലിന്റെ ദുരാത്മാവ് പുറത്തുപോയി ആശ്വാസം കിട്ടിയതുപോലെ അനേകം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷനും ദൈവത്തോട് അടുക്കുവാനും ദൈവ സ്നേഹം തിരിച്ചറിയാനും ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യാനും പ്രചോദനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഒരു ഇൻസ്ട്രുമെന്റ് ഒരു അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രിയ മോന്റെ കരങ്ങളെ ദൈവത്തിന്റെ അഭിഷേകം നിയന്ത്രിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവ മഹത്വം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. വെറുതെ പറഞ്ഞതായിട്ട് എടുക്കരുത്. ഇതിനകത്ത് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാൻ താല്പര്യമുള്ള ഗിറ്റാറിസ്റ്റ്, ബേസിസ്റ്റ് ഇങ്ങനെയുള്ളവരൊക്കെ എഴുന്നേൽക്കണം. നിങ്ങൾ പഠിക്കണം. പഠിച്ച് നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.